എഴുതി കാണിച്ചിരിക്കുന്ന സൈസിലുള്ള ബ്ലൗസാണ്. അതിൻ്റെ ബാക്ക് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക. അത് വെച്ച് നമുക്ക് എന്നിട്ട് ഫ്രണ്ട് പീസും വെട്ടിയെടുക്കാം. ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ആ ഷോൾഡർ പോർഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 4 ഇഞ്ച് വെളിയിലേക്ക് എടുക്കുക. അതുപോലെ നെക്കും അപ്പോൾ 4 ഇഞ്ച് അകത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് സെയിം ഷോൾഡർ ബാക്കിൻ്റെ കിട്ടും. അത് വെച്ച് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം. താഴെ കട്ടിങ്ങിന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് അകത്തേക്ക് 2.5 ഇഞ്ച് എടുക്കുക. അവിടുന്ന് അത് മാർക്ക് ചെയ്ത് വെട്ടി മാറ്റുക. ഇത് സ്ലീവാണ്. സ്ലീവിന് നമ്മൾ എടുത്ത പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് താഴെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഷേപ്പ് കൊടുക്കുക. അടിവണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. ഫ്രണ്ട് സ്ലീവ് 4 ഇഞ്ച് അകത്തേക്ക് കുഴിച്ച് വെട്ടണം. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലും കൈ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് അധികം കാണിക്കാത്ത. വീഡിയോ ലെങ്തി ആയി പോകും. കട്ടിങ് അതേ കണക്ക് വെട്ടുക. ഇപ്പം നമുക്ക് എല്ലാ പീസും വെട്ടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ കട്ടിങ് ആണ് വേണ്ടത്. ബാക്കി ക്ലോത്തിൽ നിന്ന് എക്സ്ട്രാ കട്ടിങ് വെട്ടിയെടുക്കാം. അതിനുശേഷം ക്രോസും പടികളും അതൊന്നും ഇതിനു മുമ്പ് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതിലിത് ചേർത്തത്. ക്രോസ് നമുക്ക് ഇതേപോലെ ടേപ്പോ സ്കെയിലോ വെച്ച് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. പടികളും വെട്ടിയെടുക്കുക. എല്ലാം കൂടി സെറ്റ് ചെയ്ത് നമ്മുടെ ബ്ലൗസ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.